എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെറിയൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അമേലിയ ആഞ്ചല ഒക്കെ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുവാണ്. അവരെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിടാൻ പോവാ. അല്ലേ ഗേൾസ്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. എനിക്ക് ഇന്ന് ഓഫാണ്. ഡാഡാ എന്തിയേ? ഓഫീസിലാണോ കോളേജിലാണോ പോയെ? അച്ഛനപ്പം കോളേജിൽ പോയി. ഇന്ന് ഹാഫ് ഡേ ആണ്. അച്ഛനാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കിന് വരും. അപ്പം എനിക്ക് ഇന്ന് രാവിലത്തെ പരിപാടി അമേലിയ ആഞ്ചലായും കൊണ്ടുവിടുക. പിന്നെ എനിക്ക് ഇച്ചിരി ഗ്രോസറി വാങ്ങിക്കാനുണ്ട്. പിന്നെ കുറച്ച് കുക്കിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഇവരെ കളക്ട് ചെയ്യാനുള്ള സമയമാവും. എന്നിട്ട് പിന്നെ ഇവരെ പോയി കളക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഇവർക്ക് ഞാൻ എന്തെങ്കിലും ലഞ്ച് കൊടുക്കും. പിന്നെ എന്നാ ഗേൾസ്, പിന്നെ മമ്മക്ക് കുറേ തുണി മടക്കാനുണ്ട്. അതെല്ലാം മടക്കണം. അപ്പോഴത്തേക്കിന് നമുക്ക് ഡാഡ വരും. എന്നിട്ട് നമുക്ക് ഇന്ന് പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം, പ്രഷർ വാഷ് ചെയ്യണം. ഫ്രണ്ടും ബാക്കും ഒക്കെ പായലൊക്കെ ആയി. ഇന്ന് വലിയ കുഴപ്പമില്ലാത്തൊരു വെതറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് അത് ചെയ്യാന്ന് വിചാരിക്കുവാണ്. അങ്ങനെ കുറെ പരിപാടികളുണ്ട് ഇന്ന്. ഞങ്ങൾ അങ്ങനെ അമേലിയെ കൊണ്ടുവിടാൻ ഇറങ്ങുവാണ്. ബ്ലസ് യു ബേബി. അപ്പൊ നമ്മള് അമേലിയയുടെ സ്കൂൾ വീടിന്റെ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകാം. ഇന്ന് മഴയൊന്നുമില്ല. മഴയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നടന്നാണ് ഇവരെ കൊണ്ടുവിടുന്നത്. പക്ഷെ ആഞ്ചലയെ അങ്ങനെ കൊണ്ടുവിടാൻ പറ്റത്തില്ല. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. പിന്നെ തുമ്മൽ വരുന്നോ? ഇല്ല. അപ്പൊ ഞങ്ങള് ആഞ്ചലയുടെ ബാഗും സാധനങ്ങളും ഒക്കെ ഞാൻ വണ്ടിയിലെടുത്ത് വെക്കും. എന്നിട്ട് അമേലിയയെ കൊണ്ടുവിട്ടിട്ട് ഞാനും ആഞ്ചലയും കൂടെ പോവും. ആഞ്ചലയെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഗ്രോസറി. ഓക്കെ, നമുക്ക് പോയാലോ? സ്കൂളിൽ പോവാം. അങ്ങനെ ദേ ജാക്കറ്റ് ഒക്കെ ഇട്ടു. അമേലിയ ഡോറ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞത് ഇവിടെ നിപ്പുണ്ട്. ചെയ്തോ മുത്തേ? ആ പറഞ്ഞോ? യെസ് അമേലിയ. ബാഗ് മമ്മ പിടിക്കാം അമേലിയ. ഹെവി അല്ലേ? അല്ല. ഓക്കെ. ദേ അടുത്ത ആള് ആഞ്ചലയുടെ ബാഗ് വണ്ടി വെക്കാം. പാ. അകത്ത് വെച്ച് തരാം എൻ്റെ കൊച്ച്. ഗുഗൾ. ഇങ്ങിപ്പാ. അങ്ങനെ നമ്മളെന്തേ നടന്ന് സ്കൂളിലോട്ട് പോവാണ് കേട്ടോ. ഇവിടെ നമുക്ക് ദേ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങേ അറ്റത്തായിട്ട് പുതിയ ഹൗസസ് വരുവാണ്. ആഞ്ചല ബേബി, ദേ വലിയ വണ്ടി വരുന്നു. നിൽക്ക. അപ്പൊ അതുകൊണ്ട് വലിയ വലിയ വണ്ടിയൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, നമുക്ക് സ്കൂള് തൊട്ടടുത്താണ് കേട്ടോ. 1 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ചെറിയ തണുപ്പുണ്ട്, എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മളിത് സ്കൂളിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പം അമേലിയ അങ്ങോട്ട് കൊണ്ടുവിടും. 9 മണിക്ക് സ്കൂൾ തുറക്കും. പിന്നെ അത് ഇവിടെ ഒക്കെ ഇല പൊഴിഞ്ഞു തുടങ്ങി കേട്ടോ. ഞാൻ കാണിക്കാം. തണുപ്പായി, ഇലകളൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. ദേ ഇവിടെ കുറേ ആപ്പിൾ കിടക്കുന്നുണ്ടോ? കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ആപ്പിൾ മരം ഉണ്ട്. അതിൽ നിന്ന് വീഴുന്ന ആപ്പിളാണിത്. ആരും പറിക്കത്തൊന്നുമില്ല. ദേ അതാണ് സ്കൂൾ കേട്ടോ. നമ്മുടെ എസ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുക. ജസ്റ്റ് ഓപ്പോസിറ്റ് സ്കൂളാണ്. ഞങ്ങൾ അമേലിയെ കൊണ്ടുവിട്ടു അല്ലേ. ഇനി നമ്മൾ എവിടെ പോവാ? മൾട്ടി വൈറ്റമിനാണ് വായി കിടക്കുന്നത്. ചവച്ചങ്ങ് ഇറക്കും മുത്തേ. ചവച്ചിറക്ക്. ഇനി ആഞ്ചലയെ കൊണ്ടുവിടണം. അത് കഴിഞ്ഞാൽ മമ്മയ്ക്ക് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ കുക്കിംഗ്. ആഞ്ചല ബേബിക്ക് 9:30-ക്കാണ് സ്കൂളിൽ പോകേണ്ടത് അല്ലേ ആഞ്ചല ബേബി? അപ്പം ദേ ഇപ്പം 9:08 ഇവിടുന്ന് ഇച്ചിരി നേരം വണ്ടി ഓടിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നേരെ ഇനി ആഞ്ചലയെ കൊണ്ടുവിടാൻ പോവാ. അങ്ങനെ ആഞ്ചലയുടെ പ്രീ സ്കൂളിലെത്തി അല്ലേ ബേബി? ലുക്ക് അറ്റ് മീ. നോക്കിക്കേ, ഇവിടെ ഒരുപാട് നല്ല ചെടികൾ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ആഞ്ചലയെ പ്രീ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വരാം അല്ലേ ആഞ്ചല? ലുക്ക് അറ്റ് മീ. ഈ ഹാപ്പി? അങ്ങനെ ഞാൻ ആഞ്ചലയെ കൊണ്ടുവിട്ടു. അപ്പോൾ രണ്ടുപേരും സ്കൂളിലാണ്. ഇനി നേരെ ചെന്ന് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് നടത്താനുണ്ട്. ഒത്തിരി സാധനമൊന്നുമില്ല. അപ്പോൾ ഇനി നേരെ നമുക്ക് ഷോപ്പിലോട്ട് പോവാം. ഇനി പോകുന്ന വഴിക്ക് ട്രാഫിക് കാണും. പീക്ക് ടൈമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ഷോപ്പിൽ വന്നു ഗൈസ്. ഇവിടെ ഒരുപാട് പൂക്കളിരിപ്പുണ്ട് കേട്ടോ. പുറകിൽ കണ്ടോ? നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ്. ഇനിയും പെട്ടെന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. എനിക്ക് വേണ്ട സാധനത്തിൻ്റെ സെക്ഷനിൽ മാത്രം പോയിട്ട് സാധനം എടുക്കാൻ പോവാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ കുറേ സാധനം ഞാൻ വാങ്ങിച്ചു കൂട്ടും. അതുകൊണ്ട് ക്വിക്ക് ഷോപ്പിംഗ്. ഫസ്റ്റ് നമുക്ക് പാലാണ് വേണ്ടത്. 9-ാം തീയതി ഒക്ടോബർ 9-ന് എക്സ്പയറി ഉള്ള ഇത് പാല് നമുക്ക് എടുക്കാം. അമേലിയയ്ക്കും ആഞ്ചലായ്ക്കും ചോക്ലേറ്റ് ഫ്ലേവേർഡ് മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ടോ? അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊരു 2 കവർ എടുക്കാം. ഞാനൊരു മഷ്റൂം വാങ്ങിച്ചു. 1 പാക്കറ്റ് മതി. എല്ലാ കളറിലെ ഓരോ ക്യാപ്സിക്കം. ഇത് നമ്മുടെ നാട്ടിലെ മത്തങ്ങ അല്ല, അല്ലെങ്കിൽ പോലും മത്തങ്ങക്കറി വെക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം ഞാനത് ഒരെണ്ണോട് എടുത്തു. ഇനി നമുക്ക് ഫ്രൂട്ട്സ് കൂടെ എടുത്താൽ മതി. ഫ്രൂട്ട്സ് ഞാൻ എടുക്കുന്നത് ഒരു സ്ട്രോബെറി, ഒരു റാസ്ബെറി, പിന്നൊരു ബ്ലൂബെറി. എൻ്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് വീട്ടിലോട്ട് സാധനം വണ്ടിയിൽ വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് വീട്ടിലെ പണികൾ. അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. ഇനിയിപ്പോ സാധനം എല്ലാം പറക്കി വെക്കണം. ഇതൊന്നും പറക്കി വെക്കാനായിട്ടൊന്നുമില്ല. ഇങ്ങനെ എടുത്ത് വാഷ് ചെയ്തങ്ങ് വെച്ചാല് ഇനിയും തേഴ്സ്ഡേ ഫ്രൈഡേ അമേലിയയ്ക്കും ആഞ്ചലായ്ക്കും രാവിലെ സ്നാക്സിന്റെ കൂടെ കൊണ്ടുപോകാനുള്ള ഫ്രൂട്ട്സ് ആണ് ഇത് കേട്ടോ. ഇതിപ്പോ നമുക്ക് യൂസ് ചെയ്യാനാണ്. ഞാൻ അവർക്ക് ഫ്രൈഡ് റൈസ് ആണ് 2 ദിവസത്തേന് ഉണ്ടാക്കാൻ പോകുന്നത് സ്കൂളിൽ കൊണ്ടുപോകാൻ.
അപ്പോൾ അതിന് വേണ്ടത് പുറത്ത് വെച്ചേക്കാം. നമ്മളിപ്പോൾ എടുക്കാൻ പോകല്ലേ. പിന്നെ ഇത് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഇതും ചെറുപയറും ഇട്ട് നമ്മുടെ നാട്ടിലൊക്കെ മത്തങ്ങക്കറി ഉണ്ടാക്കുന്നത് പോലെ. അത് അമ്മയിലേക്കും ആഞ്ചലായിക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ലങ്സിന് നല്ലതാണല്ലോ. ഇവിടെ ഒരു കറുത്ത കളറ്, കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് ഷോപ്പ് ചെയ്തുകൊണ്ട് നോക്കാൻ വിട്ടുപോയത്. ഇവിടെ ഒരു ചെറിയ കേടുണ്ട്, സാരമില്ല, നമുക്കത് മുറിച്ച് കളയാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ ഈ ജാക്കറ്റൊക്കെ മാറിയിട്ട് വരട്ടെ. ഇനി നമുക്ക് ചടപടേന്ന് എല്ലാ പണികളും തീർക്കണം. ഓൾറെഡി 10 മണിയായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേനുണ്ടല്ലോ വീണ്ടും ആഞ്ചലായി വിളിക്കാനുള്ള സമയമാകും 12:30. അപ്പോൾ പിന്നെ വീണ്ടും പോകണം. അപ്പോൾ ആ സമയമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ ചെയ്യാം. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാൻ ഓൾറെഡി അരി ഇട്ടു, ക്യാപ്സിക്കം എല്ലാം ഞാൻ കഴുകി വെച്ചു. നല്ല ഫ്രഷ് മഷ്റൂം കേട്ടോ ഗൈസ്, നല്ല അടിപൊളി മഷ്റൂം, അതെല്ലാം വാഷ് ചെയ്ത് വെച്ചു. പിന്നെ എനിക്ക് കുറച്ച് ബ്രോക്കോളി എന്തെങ്കിലും ചെയ്യണമായിരുന്നു, തോരനോ മെഴുക്കുവരട്ടിയോ പോലെ. അപ്പോൾ ബ്രോക്കോളി ഞാൻ വാഷ് ചെയ്ത് വെച്ചു. ഇനി എനിക്ക് അറിയാനുള്ളത് ആ ചെറിയ ബട്ടർനട്ട് സ്ക്വാഷ് മാത്രമാണ്. അത് ഞാൻ പിന്നെ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുക്കാൻ പോവാം. കുക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് കഴിയാറായി. കുക്കിങ്ങിന്റെ എല്ലാ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഞാൻ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. ഇപ്പോൾ 11:15 ആയതേ ഉള്ളൂ. എനിക്ക് കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇനി കുറച്ച് തുണി ഡ്രയറിൽ കിടപ്പുണ്ട്, അതെല്ലാം ഇനിയും ഫോൾഡ് ചെയ്യണം. ആ ഒരു ജോലിയും കൂടെ ഉണ്ട്. പിന്നെ ഞാൻ എന്തൊക്കെ കുക്ക് ചെയ്യുന്നുള്ള കാര്യം നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ബ്രോക്കോളി ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞായിരുന്നു. ഇത് ബ്രോക്കോളിയും മുട്ടയും കൂടെ ജസ്റ്റ് ചിക്കി തോത്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു മത്തങ്ങാക്കറി വെക്കുന്നെന്ന്. അപ്പം മത്തങ്ങയും പയറും കൂടെ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അമേലിയായ്ക്കും ആഞ്ചലായ്ക്കും 2 ദിവസത്തേന് കൊണ്ടുപോകാനുള്ള ഫ്രൈഡ് റൈസിനുള്ള മഷ്റൂമും ക്യാപ്സിക്കവും ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇച്ചിരി മിക്സഡ് ഹെർബ്സും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ചിട്ട് റൈസ് മിക്സ് ചെയ്യും. പിന്നെ ഇത് മത്തങ്ങക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം അരച്ചു വെച്ചതാണ് കേട്ടോ. നമ്മൾ എല്ലാം ചെയ്യുമ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം വൃത്തിയാക്കി ഇട്ടതുകൊണ്ട് നമുക്കിനിയും ആ ഒരു ഏരിയയിലോട്ട് പോകണ്ട. എല്ലാ പരിപാടിയും നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രയറിൽ നിന്ന് തുണിയെടുത്ത് മടക്കി വെക്കാം. നമ്മുടെ ഈ 2 ദിവസത്തെ തുണിയാണ് ശരിക്കും പറഞ്ഞത് കേട്ടോ. ഞങ്ങൾ വീക്കെൻഡിൽ ഒരു പ്രാവശ്യം കഴുകും, സാറ്റർഡേയോ സൺഡേയോ. മൺഡേ ട്യൂസ്ഡേ യൂസ് ചെയ്യുന്ന തുണികളെല്ലാം ഞങ്ങൾ വെനസ്ഡേ വാഷ് ചെയ്യും. പിന്നെ വീണ്ടും വീക്കെൻഡിൽ, അങ്ങനെയാണ് പോകുന്നത്. ഈ തുണിയിലുള്ള വെള്ളം ഈ ബോക്സിലാണ് വരുന്നത്. അപ്പൊ അതെല്ലാം അങ്ങ് എംറ്റി ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് കണ്ടോ, തുണിയുടെ ലിന്റാണ്. അതെല്ലാം കൂടി ഇതിനകത്ത് ഇങ്ങനെ വന്നിരിക്കും. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും തുണി ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കിന് ഇതെടുത്ത് ക്ലീൻ ചെയ്തും വെക്കും. അപ്പം അതും കഴിഞ്ഞു. ചെറിയ ജോലികളാണ്, പക്ഷെ എങ്കിലും നമ്മൾ ഓരോന്ന് ചെയ്തു വരുമ്പോൾ എല്ലാത്തിനും സമയം എടുക്കും. അപ്പൊ ഇനി അടുത്ത പരിപാടി ഇതെല്ലാം മടക്കി പറക്കി വെക്കാന്നുള്ളതാണ്. അങ്ങനെ തുണികളെല്ലാം മടക്കി കേട്ടോ. എൻ്റെത് ഞാൻ അതിനകത്ത് വെച്ചു. അപ്പൊ ഓരോരുത്തരുടെ അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ മടക്കി അങ്ങ് വെക്കും. അപ്പം ഉണങ്ങി കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ മടക്കി വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. ഇത് ആഞ്ചല ബേബിയുടെ, ഇത് അമേലിയ ബേബിയുടെ, പിന്നെ കുറെ ബിറ്റ്സ് ആൻഡ് പീസസ് സോക്സുകൾ തന്നെ കുറെ ഉണ്ട്. ഇങ്ങനെ റോൾ ചെയ്ത് വെക്കും. അത് നമ്മൾ പേർ തപ്പി പിടിക്കാൻ പോകണ്ട. ആ വലിയൊരു പരിപാടിയും കഴിഞ്ഞു കേട്ടോ. എന്റെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്കൂടെ ഫ്രൈഡ് റൈസ് ഞാൻ മിക്സ് ചെയ്തായിരുന്നു. ഇനി എനിക്ക് ആകെ ഉള്ളത് മത്തങ്ങാക്കറിക്ക് കടുവ് പൊട്ടിക്കണം, അതിനകത്ത് തേങ്ങ അരച്ചത് ചേർക്കണം. അതുകൂടെ ചെയ്തിട്ട് ആഞ്ചല ബേബിനെ നമുക്ക് കളക്ട് ചെയ്യാൻ പോകണം. ഫ്രൈഡ് റൈസ് സെറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഒന്നുമില്ല കേട്ടോ, അതിനകത്ത് കുറച്ച് മഷ്റൂമും പിന്നെ കുറച്ച് ക്യാപ്സിക്കവും ഇച്ചിരി പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്, നെയ്യ്. കുക്കിംഗ് മഹാമഹം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി 2 ദിവസത്തേന് നമുക്ക് കുക്കിംഗ് ഇല്ല. അപ്പൊ അവസാനമായിട്ട് മത്തങ്ങക്കറി കടുവ് പൊട്ടിക്കണമെന്ന് പറഞ്ഞു, അതും സെറ്റായി. അപ്പൊ ഇനി നമുക്ക് നേരെ പോയി ആഞ്ചല ബേബിനെ വിളിക്കാം. ഇപ്പൊ കറക്റ്റ് 12 മണിയായി. കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് കിച്ചൺ ഇങ്ങനെ കിടക്കണം വൃത്തിയായിട്ട്, എല്ലാം നല്ല ഒതുക്കി പറക്കി. ഇനിയിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് റൈസും മത്തങ്ങാക്കറി എല്ലാ സാധനങ്ങളും ബോക്സുകളിലാക്കി ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കും. അതുപോലെ തന്നെ ഇവിടെ പാത്രങ്ങൾ കഴുകി വെച്ചേക്കുന്നത് ഉണങ്ങിയത് ഞങ്ങളെടുത്ത് പ്രോപ്പറായിട്ടുള്ള പ്ലേസിലും വെക്കും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ആഞ്ചല ബേബിയെ കളക്ട് ചെയ്തു. ആഞ്ചല ബേബി സ്കൂളിലൊക്കെ പോയി അല്ലേ, കളിച്ചു, സ്നാക്സ് കഴിച്ചു, കുക്കുകളായിരുന്നു. ഇനി വീട്ടിൽ പോ അല്ലേ. എവിടെ വന്നു നമ്മള്? വീട്ടിൽ വന്നോ? ഉമ്മ തന്നെ ഇങ്ങനാണോ ഉമ്മ ആയിരുന്നെ? കെട്ടിപ്പിടിച്ച കൊച്ചിൻ റൈസ് ഇഷ്ടപ്പെട്ടോ? ആഞ്ചലാക്ക് ഞാൻ ഉണ്ടാക്കിയ റൈസ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. നൈസാന്നാ പറഞ്ഞത്. നൈസാണോ? റിയലി? ഡിഡ് യു ലൈക്ക് ഇറ്റ്?
എന്തേരം ലൈക്ക് ചെയ്തു? അത്രയോ? ഇനി ഞങ്ങൾ ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കും. ഞാൻ അത് കഴിഞ്ഞിട്ട് അമ്മയിലെ വിളിക്കാൻ പോകണം നമുക്കല്ലേ. അത് കഴിയുമ്പോൾ അച്ഛൻ വരുമായിരിക്കും. ഇച്ചിരി നേരം വെച്ച് തരാം. എന്നോട് പറയാതെ ഒരാൾ ആ സമയത്തിന് കോളേജൊക്കെ കഴിഞ്ഞ് വന്നു. എന്താ ക്ഷീണമാണല്ലോ അശോകന്. നല്ല വെയിലുണ്ടായിരുന്നു. ഇത്രയും വലിയ ജാക്കറ്റും കൊണ്ട് എന്തിനാ പോയത്? എന്താ പരിപാടി? സ്കൂളിൽ പോയല്ലോ വെച്ചോ? ഇന്ന് സ്ട്രെച്ചെങ്കിലും ഉണ്ടായിരുന്നോ? സ്റ്റാമ്പ് കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് എ സ്റ്റാമ്പ്? കാണിച്ചു എൻ്റെ പൊന്നൊക്കെ. വാ, എന്നാണ് പൊന്നൂസേ? സ്മൈലി ആണോ? സ്മൈലി, ബിഗ് സ്മൈലി. എൻ്റെ കൊച്ചിനെ സ്ട്രെച്ചെങ്കിലും സ്റ്റാമ്പൊക്കെ കിട്ടി. പിന്നെന്താ വേണം? റെസ്റ്റ് എടുക്കണോ? അച്ഛാ ഞാൻ ആലോചിക്കുമായിരുന്നു നമുക്ക് ഈ ഫ്രണ്ട് ഒന്ന് കഴുകിയിടണം. നമ്മുടെ ഇവിടെയും കൂടെ. ബാ, ഇവിടെ ഒരാൾ അമേരിയെ വിളിക്കാൻ പോകാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. എന്തിനാ അഞ്ജല സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ? കാറ് വരും. റോഡിൽ പോകുമ്പോൾ ടീച്ചർ പറഞ്ഞു കാറ് വരുമ്പോൾ എനിക്കിത് വേണം. അതുകൊണ്ടാണ് എൻ്റെ കൊച്ചു സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുന്നത്. അല്ലേ പോന്നെ? ഇനിയില്ലാതെ ആൾക്കാർ കാണണ്ടേ എൻ്റെ കൊച്ചു റോഡിൽ നടക്കുന്നുണ്ടെന്ന്. ഇനിയിപ്പോൾ അധികം ദിവസം നമുക്ക് ഇങ്ങനെ നടന്നൊന്നും പോകാൻ പറ്റത്തില്ല അല്ലേ കൊച്ചു? ഇനിയിപ്പം സമ്മർ എല്ലാം തീർന്നില്ല. ഇനി മഴയുള്ള ദിവസങ്ങളാണ് കൂടുതലും. മഴയില്ലാത്ത ദിവസങ്ങൾ ചുരുക്കമാണ്. ഇതുണ്ടോ ഇലയുടെ ഒക്കെ കളറൊക്കെ മാറി വരുവാണ്. അതെ, നന്നായിട്ട് പഴുത്ത ഇലയൊക്കെ പൊഴിയാൻ തുടങ്ങിയിരിക്കുക. അമേലിയ ബേബി സ്കൂളൊക്കെ വിട്ട് വരുന്നുണ്ട്. ഗേറ്റിൻ്റെ അവിടെ പോയി. അങ്ങനെ എൻ്റെ പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരുവാണ്. അമേലിയ, ഓ മോള്, എല്ലാവരും പിള്ളേര് എല്ലാവരും പോയതല്ലേ? സ്കൂളിൽ പോയവരെ വിളിക്കാനും സ്കൂളിൽ പഠിക്കാനും ഒക്കെ ആയിട്ട് പോയതല്ലേ? നമ്മുടെ നാട്ടിലെ റംബൂട്ടാൻ കൊല്ലില്ലേ? ഞാനിത് നിലത്ത് കിടക്കുമ്പോൾ വിചാരിച്ചില്ല ഇത്രയും ഇതിന് മുള്ളുണ്ടെന്ന്. നോക്കി, ഞാനെടുത്ത് കയ്യിൽ വെച്ചൊരു ഇങ്ങനെ പതുക്കി കയ്യിലെല്ലാം കൂടെ കൊണ്ടുവരും. ഇത് ഭയങ്കര ഷാർപ്പാച്ചാ. ഓട്ടെ, ശരിയാ. ഞാൻ ഈ റംബൂട്ടാൻ പോലൊരു ഇത് പിടിച്ചിങ്ങനെ വായി വെച്ച് കടിക്കാത്തത് നന്നായി. ഇലയൊക്കെ പഴുത്ത് പൊഴിഞ്ഞു വീഴുവാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും നല്ല കളർഫുള്ളായിട്ട് ഇവിടെ നിൽക്കുന്നത് കാണാം അല്ലേ? ഇലയൊക്കെ പഴുത്ത്. നമ്മുടെ നാട്ടിൽ മാവിലെറിഞ്ഞും ചെളിയിൽ ഉരുണ്ടും ഒക്കെയാണ് നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നുകൊണ്ടിരുന്നത്. എൻ്റെ മക്കളിത് കമ്പും കോലൊക്കെ പെറുക്കിക്കൊണ്ട് ഈ ഇവിടെ പുല്ലേക്കൂടെയൊക്കെ കയറി ഈ കാട്ടിക്കൂടെയൊക്കെ കയറി ഇറങ്ങി വരുന്നുണ്ട്. കാടെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചുമ്മാ കുറച്ച് പുല്ലും പള്ളയെല്ലാം കൂടെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലം അത്രയേ ഉള്ളൂ. അതേ പോകുന്നു. നമ്മൾ നടന്ന് വീട്ടിലെത്തി. ഇനി എന്താണ് പരിപാടി? ഇഷ്ടപ്പെട്ടോ? ഇത് തന്നുവിട്ടാ കഴിക്കുവോ? യു ഡോണ്ട് നോയോ? ഇഷ്ടപ്പെട്ടോ നിനക്ക്? കഴിക്കൂ ഇത്. നമുക്ക് ഇനി യൂണിഫോം ഒക്കെ മാറിയിട്ട് കഴിക്കാം. ഞാനവിടുത്തെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കത്തില്ലല്ലോ. അങ്ങനെ കാണിക്കരുത്. എന്നെ ഒരു കുഞ്ഞിനെ പോലെ നോക്കണം. അമേരിയെ വിളിച്ചോണ്ട് വന്നതിന് ശേഷം ഒരുപാട് പരിപാടികൾ ചെയ്തു. അവർക്ക് രണ്ടുപേർക്കും ലഞ്ച് കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും ലഞ്ച് കഴിച്ചു. ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയതെല്ലാം എടുത്തു വെച്ചു. റൈസ് മാത്രം എടുത്തു വെച്ചില്ല, അത് വൈകിട്ടെടുത്ത് വെക്കണം. എന്താ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ക്ഷീണത്തിൽ നമ്മൾ ഈ വ്ലോഗ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. അതെ, ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു ഞങ്ങൾ ചിലപ്പം ഈ പുറമേ ഉള്ള ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യുമെന്ന്. പക്ഷെ അച്ചായന് ലേസിയാണ്, അച്ചായന് വലിയ മടി. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ അത് ചെയ്യുന്നില്ല. ഞങ്ങൾ ചുമ്മാ ഒരു സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അല്ലേ ഗേൾസ്? Bye. Thank you.